പനമരം വലിയ പാലത്തിന് സമീപം കൊറ്റികളെ നിരീക്ഷിക്കാൻ നിർമ്മിച്ച കെട്ടിടം നോക്കുകുത്തിയാകുന്നു. കാടുമൂടിയ കെട്ടിടം സാമൂഹ്യവിരുദ്ധരുടെ താവളമായെന്നാണ് നാട്ടുകാർ പറയുന്നത്. വിനോദസഞ്ചാരികളെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കെട്ടിട നിർമ്മാണം ആരംഭിച്ചത്. നിർമ്മാണത്തിന്റെ ആദ്യഘട്ടത്തിൽ അപാകത കണ്ടെത്തിയിരുന്നു. തുടർന്ന് പൊളിച്ചുപണിതാണ് നിലവിലെ കെട്ടിടം നിർമ്മിച്ചത്. നിലവിൽ കാടുമൂടിയ അവസ്ഥയിലുള്ള കെട്ടിടം സാമൂഹ്യവിരുദ്ധരുടെ താവളമായെന്നാണ് നാട്ടുകാർ പറയുന്നത്. വയനാട് ജില്ലയിൽ തന്നെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു ടൗണാണ് ഈ പനമരം ടൗൺ. അവിടെ ഉള്ള ഈ ഏഷ്യയിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ കൊറ്റില്ലം സ്ഥിതി ചെയ്യുന്ന സ്ഥലം കൂടിയാണ്. ആ കൊറ്റികളെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ബൈനോക്കുലർ ടവറാണ് ഇവിടെ 10 വർഷം മുന്നേ PK ജയലക്ഷ്മി മന്ത്രിയായിരുന്ന സമയത്ത് നിർമ്മിച്ചത്. പിന്നീട് ഇങ്ങോട്ടേക്ക് അതിൻ്റെ പണികളൊന്നും പുരോഗമിക്കാതെ തന്നെ കാട് മൂടിക്കിടന്ന് സാമൂഹ്യ വിരുദ്ധരുടെ ഒരു താവളമായി മാറിയിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ അധികാരികളുടെ ശ്രദ്ധ ഇതിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ബൈനോക്കുലർ ടവർ പുനർനിർമ്മിക്കണം എന്നുള്ളതാണ് ഇവിടെയുള്ള ജനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം. ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടത്തിന്റെ പുനർനിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. റഷീദ്, വയനാട് വിഷൻ, പനമരം.